കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്മേൽ കഴിഞ്ഞ വർഷം ഡിസംബർ 20-ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറത്തിറക്കിയ ഓഫീസ് മെമ്മോറാണ്ടത്തിന്റെ ആവർത്തനം തന്നെയാണ് പുതിയ മെമ്മോറാണ്ടത്തിലുമുള്ളത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പ് 123 വില്ലേജുകളെയും ESA പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്ന വിജ്ഞാപനം പുറത്തിറക്കുക, നവംബർ 13-ലെ വിജ്ഞാപനം റദ്ദാക്കുക, ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയുടെ ജനോപകാര ശുപാർശകൾ നടപ്പിലാക്കുക തുടങ്ങിയ സംരക്ഷണ സമിതിയുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. കേന്ദ്ര സർക്കാരിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഇരുമുന്നണികളിലെയും ജനപ്രതിനിധികൾക്കാവാത്തതാണ് വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കബളിപ്പിക്കൽ തുടരാൻ കാരണമെന്നും സമരസമിതി ആരോപിച്ചു. കർഷകരുടെ പ്രശ്നത്തെ ഇതിനെ യാതൊരു വിധത്തിലും പരിഹരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇലക്ഷൻ വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ കരട് വിജ്ഞാപനം, ഇതിൽ പറഞ്ഞിരിക്കുന്ന കരട് വിജ്ഞാപനം കേന്ദ്ര സർക്കാരിന് ഇറക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കിപ്പോഴും വ്യക്തമായ കാര്യമല്ല. നമുക്ക് മനസ്സിലാകുന്നത് വെച്ച് അത് ഇലക്ഷൻ കമ്മീഷൻ അതിനെ ചോദ്യം ചെയ്യാം, അതിനെ ക്യാൻസൽ ചെയ്യാം. എന്നാൽ ഇന്ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നാൽ നിരാഹാര സമരം അവസാനിപ്പിക്കും. തെരഞ്ഞെടുപ്പിൽ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തുന്നതടക്കമുള്ള സമരത്തിന്റെ ഭാവി പരിപാടികളും ഇന്ന് തീരുമാനിച്ചേക്കും. മീഡിയ 1 കോഴിക്കോട്. ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നവര് ഇതിന്റെ മൂല കാരണം തങ്ങൾ തന്നെയാണ് എന്നുള്ള